മഴത്തോരും മുൻപേ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ബബിതയും വൈജയന്തിയും ഒരുമിച്ച് രാത്രിയിൽ ഒരു ബെഡിൽ കിടക്കുകയാണ്. ബബിത ഒത്തിരി കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ കൊഞ്ചിക്കുഴഞ്ഞുള്ള വർത്തമാനങ്ങളൊക്കെ വന്നപ്പോൾ വൈജയന്തി പറയുകയാണ്, പൊടി കൂടുതൽ കൊഞ്ചാതെ. കൃഷ്ണമോളും പറഞ്ഞു, നിനക്ക് ഈയിടെ കുറച്ച് കൊഞ്ചൽ കൂടുതലാണെന്ന്. അല്ലെങ്കിൽ തന്നെ അവളല്ലേ എൻ്റെ കൂടെ ഇവിടെ കിടക്കേണ്ടത്, അവളല്ലേ ഇളയ കൊച്ച്. അപ്പോൾ ബബിത, അമ്മ അവളെ കൂടെ വിളിച്ച് കിടത്തിക്കൂ, എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരെയും ഇടത്തും വലത്തുമായിട്ട് കിടത്ത്. എനിക്കങ്ങനെ ആരും തൊട്ട് കിടക്കുന്നൊന്നും ഇഷ്ടമുള്ള കാര്യമല്ല. പിന്നെ എന്തിനാ എന്നെ പിടിച്ച് കൂടെ കിടത്തിയതാണോ? നീ ഇവിടെ വന്ന് കൂടിയതല്ലേ? പണ്ട് തണുപ്പ് കാലത്ത് കൊല്ലപ്പള്ളിയിൽ വെച്ചൊരു പൂച്ച ഇങ്ങനെ പതുങ്ങി വന്ന് എൻ്റെ കാൽ ചുവട്ടി കിടക്കുമായിരുന്നു. ഞാൻ തൊഴിച്ചെറിയുമായിരുന്നു. വൈജയന്തി തലയണ ശരിയാക്കി വെച്ചിട്ട് ബെഡിൽ വന്നിരുന്നു. മുടിക്കെട്ടഴിച്ചിട്ടു. അപ്പോൾ ബബിത പറയുകയാണ്, അമ്മയ്ക്ക് അലീന ചേച്ചിയുടെ കഥ കേൾക്കാൻ വേണ്ടിയല്ലേ ഈ പൂച്ചയെ തൊഴിച്ചെറിയാത്തത്? പിന്നെ എനിക്ക് അവളുടെ കഥ കേൾക്കാഞ്ഞിട്ടല്ലേ? പിന്നെ ആരുടെ കഥ കേൾക്കാനാ? സ്റ്റാൻലി പപ്പയുടെയോ? വൈജയന്തി മുഖം വെട്ടിത്തിരിച്ച് ബബിതയെ നോക്കി. അവൾ എന്തെങ്കിലും അറിഞ്ഞിട്ടാണോ ചോദിക്കുന്നത്? നെഞ്ചിലൊരു തീപ്പൊള്ളൽ. സ്റ്റാൻലിയുടെ കഥ കേൾക്കേണ്ട കാര്യം എനിക്കെന്താ? സ്റ്റാൻലി എൻ്റെ ആരാ? അത് ശരിയാണല്ലോ. എനിക്ക് സ്റ്റാൻലി പപ്പയെ ഇഷ്ടമാണെന്ന് വെച്ച് അമ്മ ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. അല്ലെങ്കിലും സ്റ്റാൻലി പപ്പയെ കണ്ടാൽ തന്നെ പെട്ടെന്നാർക്കും ഇഷ്ടം തോന്നില്ല. തടിച്ച് ചീർത്ത 6.25 അടി പൊക്കവും ഉണ്ട കണ്ണുമുള്ളൊരു കാളക്കൂറ്റൻ അല്ലേ അമ്മേ? ഞാൻ ശരിക്കും കണ്ടില്ല. ഭയങ്കര മുരട് സ്വഭാവമാണെന്നാ എല്ലാവരും കരുതിയേക്കണത്. പക്ഷേ പപ്പ ചെറുപ്പത്തിൽ നല്ല സുന്ദരനായിരുന്നുവെന്ന് അലീന ചേച്ചി പറഞ്ഞു. പെട്ടെന്ന് വൈജയന്തി ചോദിക്കുകയാണ്, അത് അവൾക്കെങ്ങനെ അറിയാം? പപ്പയുടെ ചെറുപ്പത്തിലെ ഫോട്ടോ ഒക്കെ അലീന ചേച്ചി കണ്ടിട്ടുണ്ട്. വൈജയന്തിയുടെ നെഞ്ചിൽ ഒരാന്തലുണ്ടായി. സ്റ്റാൻലിക്ക് അന്നേ ചില ഫോട്ടോ ആൽബങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോകൾ സൂക്ഷിക്കുന്ന ഡയറി സൈസിലുള്ള ആൽബങ്ങൾ. താനും സ്റ്റാൻലിയും ഒന്നിച്ചുള്ള ഫോട്ടോകൾ അവയിലായിരുന്നു സൂക്ഷിച്ചു വെച്ചിരുന്നത്. അതെല്ലാം സ്റ്റാൻലിയുടെ കൈവശം ഇപ്പോഴും ഉണ്ടോ? താനും സ്റ്റാൻലിയും ഒന്നിച്ചുള്ളതും ഒറ്റയ്ക്കുള്ളതുമായ കുറേ ഫോട്ടോഗ്രാഫ്സ് ഉണ്ടായിരുന്നു. അവയെല്ലാം സ്റ്റാൻലി അലീനയെ കാണിച്ചിട്ടുണ്ടാവുമോ? തന്നെ പറ്റിയുള്ള എല്ലാ വിവരങ്ങളും സ്റ്റാൻലി അവളോട് പറഞ്ഞിട്ടുണ്ടാവുമോ? പെട്ടെന്ന് ഉദ്വേഗത്തോടെ വൈജയന്തി ചോദിക്കുകയാണ്, നീ കണ്ടോ സ്റ്റാൻലിയുടെ ഫോട്ടോസൊക്കെ? ഞാനെങ്ങനെ കാണാനാ? അലീന ചേച്ചി പപ്പയുടെ തറവാട്ടിൽ ചെന്നപ്പോഴാണ് കണ്ടത്. അവിടുത്തെ ആൽബത്തിൽ സ്റ്റാൻലി പപ്പ ചെറുപ്പക്കാരനായി മിലിറ്ററി യൂണിഫോമിൽ നിൽക്കുന്ന പടങ്ങളുണ്ട്. വൈജയന്തിക്ക് ആശ്വാസമായി. പപ്പയെ കണ്ട ഗൗരവക്കാരനാണെങ്കിലും കൂട്ടുകൂടി കഴിഞ്ഞാൽ പിന്നെ നമ്മളോട് സംസാരിക്കുകയും ചിരിക്കുകയും കഥ പറയുകയൊക്കെ ചെയ്യും. കഥയോ? എന്ത് കഥ? കഥ പറഞ്ഞു തരാൻ നിങ്ങളെന്താ കൊച്ചുകുട്ടികളാ? കഥയെന്ന് വെച്ചാൽ പപ്പ മിലിറ്ററിയിലായിരുന്ന കാലത്തെ കഥകൾ. അമ്മയ്ക്കറിയുമോ, സ്റ്റാൻലി പപ്പയ്ക്കൊരു പ്രേമം ഉണ്ടായിരുന്നു. വൈജയന്തി അത് കേട്ടപ്പോഴേക്കും നടുങ്ങിപ്പോയി. അവളുടെ ഹൃദയം സ്തംഭിച്ചു. ചെവികളിലേക്ക് ചോര ഇരമ്പി കയറി. വൈജയന്തിയുടെ മുഖത്ത് നോക്കാതെ ബബിത അപ്പോൾ പറയുകയാണ്, അതൊന്ന് കേൾക്കേണ്ട കഥയാകട്ടോ. അല്പം കഴിഞ്ഞപ്പോഴാണ് വൈജയന്തിക്ക് സംസാരശേഷി വീണ്ടും കിട്ടിയത്. അപ്പോൾ അവർ പറയുകയാണ്, എനിക്ക് കേൾക്കണ്ട വല്ലവരുടെയൊക്കെ പ്രേമകഥ. അല്ലെങ്കിലും മക്കളുടെ പ്രായമുള്ള കുട്ടികളോട് ആരെങ്കിലും ഇതൊക്കെ പറഞ്ഞു കൊടുക്കുമോ? സ്റ്റാൻലി പപ്പ അന്ന് നല്ല മൂഡിലായിരുന്നു, ബ്രാൻഡിയൊക്കെ കുടിച്ച് മിനുങ്ങുന്ന നേരം. അപ്പോൾ അലീന ചേച്ചി ചോദിച്ചു, പപ്പയ്ക്ക് ചെറുപ്പത്തിൽ, അതായത് കല്യാണത്തിന് മുമ്പ് ആരോടെങ്കിലും ഇഷ്ടം തോന്നിയിട്ടുണ്ടോയെന്ന്. വേറൊന്നും അവൾക്ക് ചോദിക്കാൻ കണ്ടില്ലല്ലോ, ചുമ്മാ ഒരു തമാശയ്ക്ക് ചോദിച്ചതാ. വൈജയന്തിയുടെ നെഞ്ച് വിറകൊള്ളുന്നുണ്ടായിരുന്നു. പെട്ടെന്നവർ എഴുന്നേറ്റ് മുറിയിലെ ലൈറ്റ് കെടുത്തി. തൻ്റെ മുഖത്തെ ഭാവമാറ്റങ്ങൾ ബബിത കാണരുത് എന്നവൾ ആഗ്രഹിച്ചു. അമ്മ എന്തിനാ ലൈറ്റ് അണച്ചത്? വെറുതെ എന്തിനാ ലൈറ്റ് ഇട്ടുകൊണ്ടിരിക്കുന്നേ? നമ്മൾ ഉറങ്ങാൻ പോവല്ലേ? ആ 0 ബൾബ് തെളിയിക്ക്. വൈജയന്തി മനസ്സില്ലാ മനസ്സോടെ 0 വാട്ട് ബൾബ് തെളിയിച്ചു. അന്ന് പപ്പ ആഗ്ര കന്റോൺമെൻറ്റിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അക്കാലത്ത് അവിടെ വെച്ച് ഒരു മലയാളി പെണ്ണിനെ പരിചയപ്പെട്ടു. വൈജയന്തിക്ക് വീണ്ടും ശ്വാസം നിലയ്ക്കുകയാണ്. പെട്ടെന്ന് ഒരു വിക്കലോടും ജിജ്ഞാസയോടും കൂടി വൈജയന്തി ചോദിക്കുകയാണ്, ആരെ? അമ്മയ്ക്ക് എന്ത് ഇത്ര ക്യൂരിയോസിറ്റി? കഥ കേൾക്കണ്ടെന്ന് പോലും പറഞ്ഞ ആളാണല്ലോ. വൈജയന്തി പെട്ടെന്ന് നാവടച്ചു. പപ്പ പ്രേമിച്ച പെണ്ണ് ഒത്തിരി സുന്ദരിയായിരുന്നെന്ന സ്റ്റാൻലി പപ്പ പറഞ്ഞത്. അതിനിടയ്ക്ക് ഒരു കാര്യം പറയാൻ വിട്ടുപോയി. എന്നെ കണ്ട അമ്മയെപ്പോലെ തന്നെയാണെന്ന് സ്റ്റാൻലി പപ്പ പറയുകയും ചെയ്തു. വീണ്ടും ഒരു നടുക്കം കൂടി. എന്നിട്ട് ചോദിക്കുക, എപ്പോൾ പറഞ്ഞു? എന്നെ ആദ്യം കണ്ടപ്പോഴേ പറഞ്ഞു. അതെങ്ങനെ സ്റ്റാൻലിക്ക് മനസ്സിലായി? സ്റ്റാൻലി എന്നെ അതിന് ശേഷമല്ലേ ഹോട്ടലിൽ വെച്ച് കണ്ടത്. അത് ശരിയാണല്ലോ. ഇപ്പം കിട്ടി. അമ്മയുടെ ഫോട്ടോ കണ്ടിട്ടുണ്ട് പപ്പ. എൻ്റെ ഫോട്ടോയോ? എവിടെ വെച്ച്? വൈജയന്തിയുടെ ഒച്ച ചെലമ്പി. അവളുടെ മനസ്സിൽ സ്റ്റാൻലി കൈവശം സൂക്ഷിച്ചിരുന്ന തൻ്റെ ഫോട്ടോഗ്രാഫുകളായിരുന്നു. താജ്മഹലിലും റെഡ് ഫോർട്ടിലും വെച്ചെടുത്ത ധാരാളം ഫോട്ടോകളുണ്ടായിരുന്നു അന്ന് സ്റ്റാൻലിയുടെ കയ്യിൽ. പെട്ടെന്ന് ബബിത പറയുകയാണ്, അമ്മേ, അലീന ചേച്ചിയുടെ കയ്യിൽ അമ്മയുടെ ഫോട്ടോ ഉണ്ട്. വൈജയന്തിക്ക് പ്രാണവായു വീണ്ടു കിട്ടി. അവളുടെ കയ്യിലെങ്ങനെ എൻ്റെ ഫോട്ടോ വന്നു? രോഹിയേട്ടനോടോ മറ്റോ ചോദിച്ചു വാങ്ങിയതാണ്. അമ്മയുടെ മാത്രമല്ല, അച്ഛൻ്റെ ഉണ്ട്, എൻ്റെ ഉണ്ട്, കൃഷ്ണമോളുടെ ഉണ്ട്, രോഹിയേട്ടൻ്റെ ഉണ്ട്, എല്ലാവരുടെയും കയ്യിലുണ്ട്. വൈജയന്തിക്ക് വീണ്ടും ശങ്കയേറി. അതെല്ലാം അവൾ സ്റ്റാൻലിയെ കാണിച്ചിട്ടുണ്ടോ?
അലീന സ്റ്റാൻലിയെ തന്റെ ഫോട്ടോകൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റാൻലി തന്നെ തിരിച്ചറിയാതിരിക്കില്ല. ആ തിരിച്ചറിവിൽ സ്റ്റാൻലി പൂർവ്വ കഥകൾ അലീനയോട് പറയാതെയും ഇരിക്കില്ല. വൈജയന്തി വല്ലാതെ കാട് കയറുവാൻ തുടങ്ങി. അപ്പോൾ വീണ്ടും ബബിത. ഞാനവിടെ ചെന്നന്നാണ് അലീന ചേച്ചി സ്റ്റാൻലി പപ്പായ ഫോട്ടോസൊക്കെ കാണിച്ചത്, ഞാനും അമ്മയും തമ്മിലുള്ള സാമ്യം കാണിക്കാൻ വേണ്ടി. വീണ്ടും ഒരിക്കൽ കൂടി വൈജയന്തി ശ്വാസമെടുത്തു. എന്നിട്ട് ബാക്കി കഥ എന്താണെന്ന് അമ്മയ്ക്ക് കേൾക്കണ്ടേ? സ്റ്റാൻലി പപ്പ എന്ത് ചെയ്യുന്നറിയാവോ? ആരും അറിയാതെ സ്നേഹിച്ച പെണ്ണിനെ അങ്ങ് കെട്ടി, രജിസ്റ്റർ മാരേജ്. എന്നിട്ട് ആഗ്രയ്ക്കടുത്ത് ഏതോ ഒരു സ്ഥലത്ത് വാടക വീടെടുത്ത് അവിടെ താമസിപ്പിച്ചു. ഭയങ്കരൻ. എന്തൊരു ധൈര്യമാണെന്ന് നോക്കിയ രണ്ടെണ്ണത്തിനും. ആ പെണ്ണിന് അവിടെ എവിടെയോ ഉണ്ടായിരുന്ന ജോലിയും കൂടി രാജിവെപ്പിച്ചിട്ടാ ഈ കാട്ടായം നടത്തിയത്. രക്തമല്ല, പ്രാണികളാണ് ഞരമ്പുകളിലൂടെ സഞ്ചരിക്കുന്നത്. അവ തൻ്റെ ഹൃദയത്തെ ലക്ഷ്യമാക്കി കുതിക്കുകയാണ്. വൈജയന്തി ഇരുട്ടിൽ കിടന്നുകൊണ്ട് ഞെളിപിരി കൊണ്ടു. സഞ്ജയ് പ്ലേസിലെ വാടക വീട് തൊട്ടടുത്ത മുറിയാണെന്ന് അവൾക്ക് തോന്നി. ഒരു ചുമരിനപ്പുറത്ത് സ്റ്റാൻലി ഉണ്ട്. അയാൾ സ്നേഹിച്ച പെണ്ണുണ്ട്. അവർ ഒന്നിച്ചു ജീവിച്ച കാലമുണ്ട്. അന്നത്തെ തട്ടുമുട്ട് ശബ്ദങ്ങൾ പോലും കേൾക്കാം. ജോലിക്കാരി പെണ്ണ് പാത്രങ്ങൾ കഴുകുന്നു. അവളുടെ കയ്യിൽ നിന്നും ഒരു ഗ്ലാസ് താഴെ വീണ് ഉടഞ്ഞിരിക്കുന്നു. നിശബ്ദത. മേംസാബ് കേട്ടുവോ എന്ന് കാതോർക്കുകയാണവൾ. തെരുവിലൂടെ പൂവിൽപ്പനക്കാരി പൂക്കളുടെ പേർ വിളിച്ചു പറഞ്ഞുകൊണ്ട് പോകുന്നു. തങ്ങളുമായി ഒരേ മുറ്റം പങ്കിടുന്ന ഹൗസ് ഓണറുടെ ഭാര്യ പൂവിൽപ്പനക്കാരിയെ വിളിച്ചു നിർത്തി ജമന്തി പൂവിന് വില പേശുന്നു. ബബിത വീണ്ടും തുടരുകയാണ്. അങ്ങനെ കുറെ കാലം അവരൊരുമിച്ച് ജീവിച്ചു. സ്റ്റാൻലി പപ്പ രജിസ്റ്റർ മാരേജ് കഴിച്ച പെണ്ണ് പ്രസവിക്കാറുമായി. സ്റ്റാൻലി പപ്പയ്ക്ക് വേറൊരു പേരുണ്ട്, അതറിയില്ലല്ലോ അമ്മയ്ക്ക്? ഏയ് ഇല്ല. വൈജയന്തി ഉമിനീരിറക്കി. അത് തൻ്റെ സ്വരമല്ലെന്ന് വൈജയന്തിക്ക് തോന്നി. വേറെ ഏതോ സ്ത്രീ തൻ്റെ ജഡത്തിലിരുന്ന് സംസാരിക്കുകയാണ്. താൻ സഞ്ജയ് പ്ലേസിലെ വാടക മുറിയിൽ നിറവയറും താങ്ങി നടക്കുകയാണ്. ബബിത മെല്ലെ മന്ത്രിച്ചു, ലാലിച്ചൻ. വൈജയന്തിയുടെ ദേഹമാസകലം കുളിരു കോരിയിട്ടു. അങ്ങനെയിരിക്കെ ആ പെണ്ണിനൊരു നിർബന്ധം. പ്രസവത്തിന് മുൻപ് ഒറിജിനൽ കല്യാണം നടത്തണം. അതും വീട്ടുകാരറിഞ്ഞു തന്നെ നടക്കണം. രണ്ടുപേരും രണ്ടു മതത്തിൽപ്പെട്ടവരായതുകൊണ്ട് വീട്ടുകാർ സമ്മതിക്കുമോ എന്നുള്ള ഭയമുണ്ട്. എന്തായാലും സ്റ്റാൻലി പപ്പ വീട്ടുകാരുമായി സംസാരിക്കാൻ വേണ്ടി നാട്ടിലേക്ക് തിരിച്ചു. ഒരാഴ്ചയ്ക്കുള്ളിൽ മടങ്ങി വരും എന്ന് പറഞ്ഞു പോയതാ. വീട്ടിൽ ചെന്ന് കല്യാണക്കാര്യം പറഞ്ഞ് പപ്പ വീട്ടുകാരുമായി തെറ്റി. അവിടുന്ന് വഴക്കുണ്ടാക്കി ഇറങ്ങി എവിടെയോ പോയി മൂക്കറ്റം കള്ളു കുടിച്ചു. പിന്നെ വീട്ടുകാർ സ്റ്റാൻലി പപ്പയെ കാണുമ്പോൾ എറണാകുളത്തെ ഒരു ഹോസ്പിറ്റലിൽ ICUവിൽ ബോധമില്ലാതെ കിടക്കുകയാണ്. കാലും വാരിയെല്ലുമൊക്കെ ഒടിഞ്ഞ് തലയും നട്ടലുമൊക്കെ പൊട്ടി. ഇത് വൈജയന്തിക്കൊരു പുതിയ അറിവാണ്. അവൾ പെട്ടെന്ന് ഉദ്വേഗഭരിതയായി ബബിതയുടെ നേർക്ക് മുഖം തിരിച്ചു. 3 മാസത്തോളം പപ്പ കോമയിൽ കിടന്നു. ബോധം വീണ്ടും കിട്ടിയപ്പോൾ മദ്രാസിലേക്ക് കൊണ്ടുപോയി. അപ്പോളോയിലോ മറ്റോ ആയിരുന്നു ചികിത്സ. അവിടെയും കുറേ മാസങ്ങൾ കഴിഞ്ഞു. പിന്നെ തിരുവനന്തപുരത്തെ മിലിറ്ററി ഹോസ്പിറ്റലിൽ. തനിയെ എഴുന്നേറ്റ് നടക്കുവാൻ 1 വർഷമെടുത്തു. തിരിച്ച് ആഗ്രയിൽ ചെന്നപ്പോൾ സ്നേഹിച്ച പെണ്ണുമില്ല, പിടക്കുഴിയുമില്ല, വാടക വീടുമില്ല, ഒന്നുമില്ല. പെണ്ണിനെ അവളുടെ വീട്ടുകാർ വന്ന് ബലമായി പിടിച്ചുകൊണ്ടുപോയത്രേ. സ്റ്റാൻലി പപ്പ അവളെ തേടി പെണ്ണിൻ്റെ വീട്ടിൽ ചെന്നു. അവരുടെ അച്ഛനും ആങ്ങളമാരും കൂടി സ്റ്റാൻലി പപ്പായെ ആട്ടി ഓടിച്ചു. പപ്പ തിരിച്ച് ആഗ്രയിലെത്തി. കുറേ അന്വേഷണം പിന്നെയും നടത്തി. കുറേ കാലം കഴിഞ്ഞ് വീണ്ടും നാട്ടിൽ വന്ന് അവളെപ്പറ്റി അന്വേഷിച്ചു. അപ്പോഴേക്കും അവളുടെ കല്യാണം കഴിഞ്ഞു. ഏയ് ഇല്ലില്ല, ഇതൊന്നും സത്യമല്ല, പച്ചക്കള്ളം, ഞാൻ വിശ്വസിക്കില്ല. വൈജയന്തി ഒരു നിമിഷം സ്വയം മറന്ന് പൊട്ടിത്തെറിച്ചു. പെട്ടെന്ന് ബബിത വിളിക്കുകയാണ്, അമ്മേ. അമ്മ എന്താ ഈ പറയുന്നേ? അമ്മയ്ക്ക് എങ്ങനെ അറിയാം ഇത് പച്ചക്കള്ളമാണെന്ന്? ഹിമക്കാറ്റടിച്ചാലെന്ന പോലെ വൈജയന്തി അടിമുടി വിറച്ചു. അവൾ സ്ഥലകാല ബോധമില്ലാത്തവളെ പോലെ പകച്ചിരുന്നു. ബബിത അപ്പോൾ അവളുടെ തോളത്ത് പിടിച്ച് മെല്ലെ ഉലച്ചു. അമ്മേ, അമ്മയ്ക്ക് എന്താ പറ്റിയേ? ഏയ് ഇല്ല, ഒന്നുമില്ല. ഈ കുട്ടികളോട് ഓരോരോ കള്ളക്കഥകൾ പറഞ്ഞ് അവരെ വെറുതെ വൈജയന്തി വിൽക്കുകയാണ്. അമ്മയ്ക്ക് എങ്ങനെ അറിയാം ഇതൊക്കെ കള്ളക്കഥയാണെന്ന്? നമുക്ക് വിശ്വസിക്കാൻ പ്രയാസം കാണും, പക്ഷേ ഇത് സത്യമാണമ്മേ. ലോകത്തങ്ങനെ എന്തെല്ലാം നടക്കുന്നു. സ്റ്റാൻലി പപ്പ കല്യാണം കഴിച്ചിട്ട് 21.5 വർഷം മാത്രമേ ആയിട്ടുള്ളൂ. അതായത് ആ സംഭവങ്ങളെല്ലാം നടന്ന് 2 വർഷം കൂടി കഴിഞ്ഞിട്ടായിരുന്നു പപ്പയും എൽസമ്മ ആൻറ്റിയും തമ്മിലുള്ള വിവാഹം. വൈജയന്തിക്ക് ഇനി ഇരിക്കുവാൻ വയ്യ. അവൾ കിടക്ക വിട്ടെഴുന്നേറ്റു. മേശപ്പുറത്തിരുന്ന വാട്ടർ ബോട്ടിൽ നിന്ന് കുറേ വെള്ളം കുടിച്ചു. അവളുടെ മനസ്സ് ചോദിക്കുകയാണ്, ആരാണ് തന്നെ ചതിച്ചത്? ആരാണ് തന്നോട് ഈ കൊടിയ ക്രൂരത കാട്ടിയത്? സ്റ്റാൻലി ആണെന്നായിരുന്നല്ലോ താൻ ഇതുവരെ ധരിച്ചു വെച്ചിരുന്നത്. വൈജയന്തി പരവശയായി. ബബിത പറയുന്നതൊക്കെ സത്യമാണോ? പെട്ടെന്ന് പിന്നാലെ ചെന്നിട്ട് ബബിത ചോദിക്കുകയാണ്, അമ്മ എന്താ എഴുന്നേറ്റങ്ങ് പോയത്? അപ്പോൾ വൈജയന്തി, സ്റ്റാൻലി ആദ്യം രജിസ്റ്റർ മാരേജ് ചെയ്ത പെണ്ണ് ആരാണെന്ന് നിന്നോട് പറഞ്ഞായിരുന്നോ? ഇല്ല. അതുമാത്രം എത്ര ചോദിച്ചിട്ടും പപ്പ പറഞ്ഞില്ല. എന്തെങ്കിലും ഒരു ക്ലൂ തരാൻ ഞാൻ പറഞ്ഞു നോക്കി. ഒരു രക്ഷയുമില്ല. ഞങ്ങളതറിയുന്നത് കൊണ്ട് എന്താ കുഴപ്പം? 24 വർഷം മുമ്പത്തെ സംഭവമല്ലേ? പക്ഷെ പപ്പ വാ തുറക്കത്തില്ല. വൈജയന്തി ഒരു ദീർഘനിശ്വാസം എടുത്തു. സ്റ്റാൻലി എന്തുകൊണ്ടാണത് പറയാത്തതെന്ന് വൈജയന്തി ഊഹിച്ചു. വൈജയന്തിയുടെ മക്കളോട് സ്റ്റാൻലിക്ക് അത് പറയാൻ പറ്റില്ല.
മേശക്കരികെ നിന്നുകൊണ്ട് വൈജയന്തി വീണ്ടും ചോദിക്കുകയാണ്. സ്റ്റാൻലി പിന്നീട് ആ പെണ്ണിനെക്കുറിച്ച് അന്വേഷിച്ചതയില്ലേ? അതല്ലേ പറഞ്ഞത്. സ്റ്റാൻലി പപ്പ അന്വേഷിച്ചു ചെന്നപ്പോഴേക്കും അവരുടെ കല്യാണം കഴിഞ്ഞു. എന്നാലും എന്നാലും അന്വേഷിക്കായിരുന്നല്ലോ. അവളോട് സത്യം പറയാമായിരുന്നല്ലോ. അവൾ പ്രസവിച്ച കുഞ്ഞിന് എന്തു പറ്റിയെന്ന് പോലും അന്വേഷിച്ചില്ലല്ലോ. വൈജയന്തിയുടെ തൊണ്ട ഇടറി. ഇനി സംസാരിക്കുന്നത് അപകടമാണെന്ന് തോന്നിയതിനാൽ ബബിത അവിടെ നിർത്തി. അവൾ ചോദിക്കുകയാണ്, അമ്മ ഇതൊക്കെ അറിഞ്ഞിട്ട് എന്തെങ്കിലും ഫലമുണ്ടോ? സ്നേഹിച്ച പെണ്ണ് കൈവിട്ടുപോയി. അവൾ മറ്റൊരു പുരുഷന്റെ ഭാര്യയായി കഴിഞ്ഞു. ചോദിക്കാനും പറയാനും ചെന്നാൽ അവരുടെ ജീവിതം നശിച്ചു പോവില്ലേ? സ്റ്റാൻലി പപ്പ മാന്യനായതുകൊണ്ട് ആരെയും ഒന്നും അറിയിക്കാതെ ആരോടും ഒന്നും മിണ്ടാതെ തിരിച്ചുപോയി. ഒന്നാലോചിച്ച് നോക്കിയാൽ എന്തൊരു ട്രാജഡിയാ അല്ലേ അമ്മേ? പറഞ്ഞിട്ടെന്താ ഫലം? വൈജയന്തി വീർപ്പടക്കി. ഹൃദയത്തിനുള്ളിൽ ഒരു സങ്കടക്കടൽ അല തല്ലുകയാണ്. ഇത്രയും കാലം താൻ നിഴലിനോടാണ് യുദ്ധം ചെയ്തതെന്ന് അവൾ തിരിച്ചറിയുന്നു. സ്റ്റാൻലിയോടായിരുന്നു അവളുടെ വീറും പകയുമെല്ലാം. സ്റ്റാൻലി എന്നൊരു വിഗ്രഹത്തെ പുരുഷകുലത്തിന്റെ പ്രതീകമാക്കി നിർത്തി അവൾ ആ വംശത്തെ മുഴുവൻ വെറുത്തു. ഇപ്പോൾ ആ വിഗ്രഹത്തിന്റെ പുറംപാളികൾ അടർന്നു വീണിരിക്കുന്നു. ഉള്ളിലെ തേജോമയ രൂപം ഉയരാർന്നു വെട്ടിത്തിളങ്ങുന്നു. വൈജയന്തി പരവശയായി കിടക്കയിൽ ചെന്നിരുന്നു. അപ്പോൾ ബബിത പറയുകയാണ്, അമ്മ കിടന്നോട്ടോ, ഇനി ഞാൻ ഒന്നും പറയുന്നില്ല. സ്റ്റാൻലി പപ്പയുടെ കഥ കേട്ട് അമ്മയാകെ മൂഡൌട്ടായി. ഞാനെന്തിനാ മൂഡൌട്ടാവുന്നേ? അതും വല്ലവരുടെയും കഥ കേട്ടിട്ട്. എനിക്ക് ഉറക്കം വരുന്നുണ്ട്. വൈജയന്തി ഇല്ലാത്ത കോട്ടുവായിട്ടുകൊണ്ട് തലയണയിലേക്ക് തല ചായച്ചു കിടന്നു. ബബിത പിൻപിൽ നിന്ന് അവളെ കെട്ടിപ്പിടിച്ച് പതിവ് പോലെ ചുമലിലും മുടിയിലും തലോടി. വൈജയന്തിയുടെ നെഞ്ചിൽ പൊട്ടിക്കരച്ചിലിന്റെ ഒരു ചുഴി കിടന്ന് കറങ്ങി. തുടർന്ന് നീണ്ടൊരു നിശബ്ദതയാണ്. സമയം കുറേ മുൻപോട്ട് പോയി. പെട്ടെന്ന് ബബിത ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നു. ആദ്യം അവൾക്ക് സ്ഥലം ഏതെന്ന് മനസ്സിലായില്ല. മണലിലേക്ക് വെള്ളം വീഴുന്നത് പോലെ അവളുടെ ഓർമ്മയിൽ നിന്നും ഒരു സ്വപ്നം വറ്റിപ്പോയിക്കൊണ്ടിരുന്നു. അതിൻ്റെ അവസാന ഭാഗം പോലും അവൾക്ക് ഓർത്തെടുക്കുവാൻ കഴിഞ്ഞില്ല. കിടക്കയിൽ അമ്മയില്ലെന്ന് കണ്ട് അവൾ മെല്ലെ എഴുന്നേറ്റു. 0 വാട്ടിന്റെ ബൾബിന്റെ വെളിച്ചമുണ്ട്. അവൾ വാതിലിന് നേർക്ക് നോക്കി. അത് അടച്ചിട്ടിരിക്കുകയാണ്. ടൈം പീസിൽ സമയം 2 മണിയായി. ബബിത വാതിലിനടുത്ത് ചെന്നപ്പോൾ ടോയ്ലറ്റിൽ നിന്നും അമർത്തിപ്പിടിച്ച് കരയുന്നത് പോലെ ശബ്ദം കേട്ടു. അവൾ കാതോർത്തു. ഉവ്, കരച്ചിലിന്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. അവൾക്ക് മനസ്സിലായി അമ്മയുടെ ഹൃദയം ഉരുകുകയാണെന്ന്. അമ്മയെ ഇങ്ങനെ വേദനിപ്പിക്കുന്നതിൽ അവൾക്ക് കുറ്റബോധം തോന്നി. പക്ഷേ സത്യത്തിലേക്ക് പതിയെ പതിയെ അമ്മയെ അടുപ്പിച്ചു കൊണ്ടുവരാൻ ഇതല്ലാതെ മറ്റൊരു വഴിയുമില്ലെന്ന് അവൾ ഓർത്തു. ബബിത വിളിച്ചു, അമ്മേ. കുളിമുറിക്കുള്ളിൽ നനഞ്ഞ തറയിൽ ചുമരിലേക്ക് ചാരി വിങ്ങിക്കരഞ്ഞുകൊണ്ടിരുന്ന വൈജയന്തി പെട്ടെന്ന് കാൽമുട്ടുകളിൽ നിന്നും മുഖമുയർത്തി. ചുമരിൽ പിടിച്ചെഴുന്നേൽക്കുവാൻ ശ്രമിച്ചെങ്കിലും കാലുകൾ മരവിച്ചതിനാൽ അവൾക്കത് കഴിഞ്ഞില്ല. നിലത്ത് കൈകൾ ഊന്നി ബദ്ധപ്പെട്ടവൾ എഴുന്നേറ്റു. വാഷ് ബേസിന്റെ ടാപ്പ് തുറന്ന് മുഖം കഴുകുവാൻ തുടങ്ങി. അമ്മേ. ബബിതയുടെ വിളിയൊച്ച വീണ്ടും കേട്ടു. മുഖം കഴുകുന്നത് നിർത്തിയിട്ട് വൈജയന്തി വാതിൽ തുറന്നു. അമ്മ എപ്പോഴാ എഴുന്നേറ്റ് പോയത്? ഇപ്പം. നേരം വെളുത്തില്ലല്ലോ. പല്ല് തേപ്പും മുഖം കഴുകലും എല്ലാം കഴിഞ്ഞോ? കണ്ണിലെന്തോ പോയി, അതുകൊണ്ടാ. വൈജയന്തിയുടെ ഒച്ച അടഞ്ഞിരുന്നു. കരഞ്ഞു തിണർത്ത മുഖവും കലങ്ങിയ കണ്ണുകളും കണ്ടപ്പോഴേ ബബിതയ്ക്ക് മനസ്സിലായി അമ്മ ഒട്ടും ഉറങ്ങിയിട്ടില്ല. താൻ ഉറങ്ങിയ പാടെ എഴുന്നേറ്റ് അമ്മ ബാത്റൂമിൽ കയറി കതകടച്ചിട്ടുണ്ടാവണം. വൈജയന്തി കിടക്കയിൽ ചെന്ന് കിടന്നു. ബബിത അവളെ പുതപ്പിച്ച് കെട്ടിപ്പിടിച്ചു. വൈജയന്തിയുടെ മനസ്സിൽ ചില തീരുമാനങ്ങൾ രൂപം കൊള്ളുന്നുണ്ടായിരുന്നു. കൊല്ലപ്പള്ളിയിൽ പോയി ശിവേട്ടനെ കണ്ട് 24 വർഷം മുമ്പ് ഏത് ഗൂഢാലോചനയാണ് അവർ നടത്തിയതെന്ന് ചോദിക്കണം. നീലഗിരിയിലേക്ക് വിളിച്ച് ഗംഗേട്ടനോട് ഇവിടം വരെ വരാൻ അത്യാവശ്യമായി പറയണം. സ്റ്റാൻലിയെപ്പറ്റി ബബിത പറഞ്ഞതാണ് സത്യമെങ്കിൽ കുളത്തുപുഴയിൽ ചെന്ന് സ്റ്റാൻലിയെ കാണുകയും വേണം. തുടർന്ന് കാണുന്നത് ടെൽസയെ സൈക്യാട്രിസ്റ്റിനെ കാണിക്കുവാൻ കൊണ്ടുപോയ രംഗങ്ങളാണ്. ടെൽസയുമായി നടത്തിയ ദീർഘ സംഭാഷണങ്ങൾക്ക് ശേഷം ഡോക്ടർ ജോർജ് പുന്നൂസ് സ്റ്റാൻലിയെ അകത്തേക്ക് വിളിപ്പിച്ചു. സ്റ്റാൻലി കൺസൾട്ടിംഗ് റൂമിലേക്ക് പോയി. ടെൽസ അപ്പോൾ സന്ദർശകർക്കുള്ള കസേരയിൽ അലീനയുടെ അരികിൽ വന്നിരുന്നു. ഡോക്ടർ നിന്നോട് എന്തൊക്കെ ചോദിച്ചടി? അലീന ആകാംക്ഷയോട് അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിക്കുകയാണ്. ഒത്തിരി കാര്യം ചോദിച്ചു. ഞാൻ കുഞ്ഞായിരുന്നപ്പോഴത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. പറ. എൻ്റെ ഐസ്ക്രീം? അത് ഞാൻ ഏറ്റല്ലോ. ഇവിടുന്ന് തിരിച്ചു പോകുന്ന വഴിക്ക് വാങ്ങി തന്നിരിക്കും. എനിക്ക് ഇപ്പോൾ വേണം. അവൾ ചിണുങ്ങുകയാണ്. വാങ്ങിച്ചു തരാം. ഇവിടെ എവിടെയാ ഐസ്ക്രീം? 2 എണ്ണം വാങ്ങിച്ചു തരണേ. ശരി, 2 എണ്ണം. അപ്പോഴേക്കും സിഗരറ്റ് വലിക്കാൻ മുറ്റത്തേക്ക് ഇറങ്ങിപ്പോയിരുന്ന റോബർട്ട് തിരികെ വന്നു. റോബർട്ടാണ് തിരുവനന്തപുരത്ത് സമർത്ഥനായ ഒരു സൈക്യാട്രിസ്റ്റ് ഉണ്ടെന്ന് അലീനയെ അറിയിച്ചതും ഡോക്ടർ ജോർജ് പുന്നൂസുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്തതും. കുളത്തുപുഴയിൽ നിന്നും സ്റ്റാൻലിയും അലീനയും കൂടി ടെൽസയും കൂട്ടി പുനലൂരിലെത്തി. അവിടെ നിന്ന് റോബർട്ടിനെയും കയറ്റി തിരുവനന്തപുരത്ത് എത്തുകയായിരുന്നു. സ്റ്റാൻലി തിരികെ വരാൻ 3/4 മണിക്കൂറെടുത്തു. അടുത്തത് അലീനയുടെ ഊഴമായിരുന്നു. അവൾ കൺസൾട്ടിംഗ് റൂമിലേക്ക് കയറി. ഡോക്ടർ ജോർജ് പുന്നൂസിനെ കണ്ടു. അയാൾ അലീനയോട് ചോദിക്കുകയാണ്, ടെൽസയുടെ എൽഡർ സിസ്റ്ററാണ് അല്ലേ? അതെ. മിസ്റ്റർ സ്റ്റാൻലി പറഞ്ഞതിലൊന്നും എനിക്ക് ഏതാണ്ട് ഒരു ഐഡിയ കിട്ടി. പക്ഷേ അത്ര ക്ലിയർ അല്ല. അതായത് 1 വർഷമേ ആയിട്ടുള്ളൂ. നിങ്ങൾ അലീന എന്നല്ലേ പേര്? അതെ. മറ്റേ കുട്ടി ആവർത്തിച്ച് ഈ പേര് പറയുന്നുണ്ടായിരുന്നു.
1 വർഷമേ ആയിട്ടുള്ളൂ അലീന ഈ ഫാമിലിയോടൊപ്പം ചേർന്നിട്ട്, അല്ലേ? പപ്പ പറഞ്ഞു കാണുമല്ലോ. ഇങ്ങനെയാണ് എന്നോട് പറഞ്ഞത്. മൂത്ത മകൾ വേറൊരു സാഹചര്യത്തിലാണ് തീരെ കുഞ്ഞായിരുന്നപ്പോൾ മുതൽ ജീവിച്ചതും പഠിച്ചതും വളർന്നതുമെല്ലാം. അത് ശരിയാണ് ഡോക്ടർ. ഈ ഫാമിലിയിൽ നിന്ന് അങ്ങനെ മാറി നിൽക്കാനും പെട്ടെന്നൊരു ദിവസം വന്ന് റീജോയിൻ ചെയ്യാനും എന്താണ് കാരണം? അലീന ഒന്ന് മടിച്ചു. എനിക്ക് പേഷ്യൻറ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കൂടി ഒന്ന് അറിയണം. അല്ലെങ്കിൽ നമുക്ക് വേണ്ടതുപോലെയുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റില്ല. എവിടെയാണ് ഫോൾട്ട്? തുടക്കം എവിടുന്നാണ്? ഈ ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ബ്രോക്കൺ ഫാമിലിയാണെന്ന് മനസ്സിലായി. അമ്മയും മക്കളും പപ്പയിൽ നിന്ന് വർഷങ്ങളോളം അകന്ന് ജീവിച്ചു. സ്റ്റാൻലിക്കും ഭാര്യയ്ക്കും അത് വെറും വർഷങ്ങളാണെങ്കിൽ കുട്ടികൾക്ക് അത് പ്രകാശ വർഷങ്ങളാണ്. ആ ജീവിതം കുട്ടികളിൽ എന്തൊക്കെ സ്വാധീനങ്ങൾ ചെലുത്തിയിട്ടുണ്ടാവും? അപ്പോൾ അലീന, എൻ്റെ അമ്മയല്ല ഡോക്ടർ, പപ്പയുടെ വൈഫ്. അതാണ് ഞാൻ ഈ ഫാമിലിയിൽ ആദ്യം മുതൽ ഇല്ലാതിരുന്ന സാഹചര്യം. ഓ, ഐ സി. ജോർജ് പുന്നൂസ് അവളെ ഒന്ന് നോക്കി തലയാട്ടിക്കൊണ്ടിരിക്കുകയാണ്. അയാൾ അതേപ്പറ്റി കൂടുതൽ ചോദിക്കുമോ എന്ന് അലീനയും ഭയപ്പെട്ടു. ഓക്കെ, എനിക്ക് മനസ്സിലായി. അയാൾ കുറേ സമയം ചിന്താധീനനായിരുന്നു. എന്നിട്ട് വീണ്ടും ചോദിക്കുകയാണ്, ഈ ഒരു സാഹചര്യം സ്റ്റാൻലിയും കുടുംബവും തമ്മിൽ അകലാൻ കാരണമായിട്ടുണ്ടോ? ഒരിക്കലുമില്ല. ഞാൻ വീട്ടിലെത്തുന്നതുവരെ അതേക്കുറിച്ച് ആർക്കും ഒരറിവും ഉണ്ടായിരുന്നില്ല. ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. അലീന മുൻകൈയെടുത്താണ് അവരെ ഒന്നിപ്പിക്കാൻ ശ്രമിച്ചതെന്നും ടെൽസയെ ഇവിടേക്ക് കൺസൾട്ടിങ്ങിന് കൂട്ടിക്കൊണ്ടുവന്നതെന്നും ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു. ആ കുട്ടിക്ക് അലീനയോട് വലിയൊരു ഇഷ്ടവുമുണ്ട്. മറ്റുള്ളവരുടെ കാര്യം എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇനിയുള്ളത് ടാനിയയും ടോജോയുമാണ്. അവർക്കും എന്നോട് ഇഷ്ടം തന്നെയാണ് ഡോക്ടർ. ഇനി വരുമ്പോൾ അവരെ കൂടി കൊണ്ടുവരണം. സാധിക്കുമെങ്കിൽ സ്റ്റാൻലിയുടെ വൈഫിനെയും. അലീന ഉവ്വെന്ന് തലയാട്ടി. അയാൾ വീണ്ടും പറയുകയാണ്, അത്ര വലിയ ബുദ്ധിമാന്ദ്യമൊന്നും ഇല്ല ടെൽസയ്ക്ക്. നമ്മൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ത്രാണിയൊക്കെയുണ്ട്. ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ കുടുംബം രണ്ടായി പിളർന്നതും പിന്നീടുണ്ടായ അരക്ഷിതാവസ്ഥയും അതോടൊപ്പം ഈ സെക്ഷൽ ഹരാസ്മെൻറ്റും അവിടെ എവിടെയോ മനസ്സിൻ്റെ വളർച്ചയുടെ കൂമ്പടഞ്ഞുപോയി. കൂമ്പടഞ്ഞ വാഴ കണ്ടിട്ടില്ലേ? കുറേ ഇലകൾ വെറുതെ വന്നുകൊണ്ടിരിക്കും. അലീന മനസ്സിലായിന്ന് തലയാട്ടി. 7 8 വയസ്സുള്ളപ്പോൾ മുതൽ ആ കുട്ടി മിസ്യൂസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ മുതൽ അവളുടെ മനസ്സിൻ്റെ താളം തെറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കണ്ട ഒരു അബ്നോർമാലിറ്റി എന്ന് പറയുന്നത് ഇടയ്ക്ക് അവളൊരു എയർ പോക്കറ്റിൽ വീണതുപോലെയാണ്. ഭൂമിയും മനുഷ്യരും പരിസരവും ഒക്കെയുള്ള ബന്ധം അറ്റുപോയിരിക്കുന്നു. ഏതാനും നിമിഷത്തേക്കേ ഉള്ളൂ. പറഞ്ഞുകൊണ്ടിരുന്ന വിഷയം എന്താണെന്ന് അറിഞ്ഞുകൂടാ, എവിടെയാണ് നിൽക്കുന്നത് എന്നറിഞ്ഞുകൂടാ, താൻ ആരാണെന്ന് നിശ്ചയമില്ല, കൂടെയുള്ളവരാരാണെന്നറിയില്ല. അങ്ങനെ വല്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ അലീന, അത് വല്ലപ്പോഴുമേ ഉള്ളൂ ഡോക്ടർ, 8 10 സെക്കൻഡ് മാത്രം. ശരിയായ ട്രീറ്റ്മെൻറ്റ് എടുത്തില്ലെങ്കിൽ അതിൻ്റെ ആവർത്തി വർദ്ധിച്ചു വരും. വല്ലപ്പോഴും എന്നുള്ളത് ദിവസത്തിൽ 1 തവണയാവും, പിന്നെ പല തവണയാവും. 8 10 സെക്കൻഡ് എന്നുള്ളത് 30 40 സെക്കൻഡുകളായിത്തീരും. സാരമില്ല, ഇത് നമുക്ക് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. മെഡിക്കേഷൻ വേണ്ടിവരും 2 3 വർഷത്തേക്ക് തുടർച്ചയായിട്ട്. കോംപ്ലിക്കേറ്റഡ് മെഡിസിൻ ഒന്നും അല്ല. പിന്നെ വേണ്ടത് നല്ല കെയറിങ്ങും സ്നേഹവും ഗൈഡൻസുമാണ്. എന്ന് വെച്ചാൽ ടോട്ടലി ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരാളെ കൈപിടിച്ച് നടത്തുന്നത് പോലെ. 2 3 വർഷം കൊണ്ട് അവൾ പിക്കപ്പ് ചെയ്തു വരും. അപ്പോൾ അലീന പറയുകയാണ്, ഞാൻ നല്ലതുപോലെ കെയർ ചെയ്യുന്നുണ്ട് ഡോക്ടർ. അവൾ തന്നെ അത് പറഞ്ഞു. മുടി ചീകി വെക്കാൻ അലീന ചേച്ചി, മുടിയിൽ എണ്ണ തേക്കാൻ അലീന ചേച്ചി, ഭക്ഷണം കഴിപ്പിക്കുവാൻ അലീന ചേച്ചി, അങ്ങനെ എന്ത് കാര്യത്തിനും അവൾക്ക് ഒരേ ഒരാളെ ഉള്ളൂ എന്ന്. കീപ്പ് ഇറ്റ് അപ്പ്. എന്തായാലും അതുമാത്രം പോരാ, മറ്റുള്ളവരെ കൂടി പങ്കെടുപ്പിക്കണം, മിസ്റ്റർ സ്റ്റാൻലി ഉൾപ്പെടെ. അവൾക്ക് എവിടെയോ വെച്ച് നഷ്ടപ്പെട്ടു പോയ സുരക്ഷിതത്വ ബോധവും സ്നേഹവും ശ്രദ്ധയും പരിചരണവും വാത്സല്യവും എല്ലാ ഭാഗത്തു നിന്നും കിട്ടണം. അതെല്ലാം സമാഹരിച്ചു കൊടുക്കേണ്ടത് അലീനയാണ്. അങ്ങനെ ചെയ്യാം ഡോക്ടർ. അലീന സന്തോഷത്തോടെ സമ്മതിച്ചു. അവൾ പോകുവാൻ എഴുന്നേറ്റപ്പോൾ ജോർജ് പുന്നൂസ് ഒരു ചോദ്യം കൂടി ചോദിച്ചു. അലീന വളർന്ന സാഹചര്യം എന്താണെന്ന് പറഞ്ഞില്ല. അവൾ മറുപടി പറയണോ വേണ്ടയോ എന്ന് ശങ്കിച്ചു നിന്നു. അപ്പോൾ ഡോക്ടർ വീണ്ടും പറയുകയാണ്, അലീനയുടെ കോൺഫിഡൻസും പോസിറ്റീവ് അപ്രോച്ചും ഒക്കെ കണ്ടിട്ടാണ് ഞാൻ ചോദിച്ചത്. പപ്പയുടെയും ഫാമിലിയുടെയും പിന്തുണ ഇല്ലാതിരുന്നിട്ട് കൂടി അതിന് പിൻപിൽ നല്ല സെക്യൂരിറ്റിയും ഹാപ്പിനെസ്സും ഉള്ളൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാകുമല്ലോ. അത് ടെൽസയ്ക്ക് കൂടി കിട്ടാൻ എന്തെങ്കിലും മാർഗമുണ്ടോയെന്നറിയാനാ. വേണമെങ്കിൽ തനിക്ക് എന്തെങ്കിലും പറഞ്ഞ് ഒഴിയാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇനിയും ഡോക്ടറെ കാണാൻ വരേണ്ടതുണ്ട്. അപ്പോൾ എൽസമ്മ ആൻറ്റിയും ടാനിയയും ടോജോയും ഉണ്ടാവും. അന്ന് ചിലപ്പോൾ ഡോക്ടർ സത്യം അറിഞ്ഞേക്കും. അവൾ പറയുകയാണ്, ഞാൻ ജനിച്ചപ്പോൾ മുതൽ കഴിഞ്ഞ വർഷം വരെ ഒരു ഓർഫനേജിലാണ് ജീവിച്ചത്. ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ട് എന്നെനിക്ക് അറിയില്ലായിരുന്നു. ഡോക്ടർ ജോർജ് പുന്നൂസ് ആശ്ചര്യസ്തബ്ധനായി നിന്നു. ശരി ഡോക്ടർ. അലീന തൻ്റെ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. മഴത്തോരും മുൻപ് എന്ന ഈ കഥ വളരെ ആവേശകരമായ അന്ത്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഉദ്വേഗഭരിതമായ നിമിഷങ്ങളുടെ ഒരു എപ്പിസോഡ് പോലും മിസ് ചെയ്യാതെ തീർച്ചയായിട്ടും കാണാൻ മടിക്കരുത് എന്ന് പ്രത്യേകം ഓർപ്പിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് ലൈക്ക് ചെയ്യുകയും ഹൈപ്പ് ചെയ്യുകയും ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുവാൻ മറക്കരുത്. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.